ഒരു മാസക്കാലം നോമ്പുനോറ്റ് കാത്തിരുന്നതാണ് ഈ പെരുന്നാൾ. വലിയ സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ. വ്രതാനുഷ്ഠാനം കൊണ്ട് കൈവരിച്ച ആത്മശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിലൂടെ നേടിയെടുത്ത ചൈതന്യത്തിന്റെയും സന്തോഷ പ്രഖ്യാപന ആഘോഷമാണ് ഈദുൽ ഫിത്തർ. കെട്ടുകാഴ്ചകൾക്കപ്പുറം സ്വന്തത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അകം തുറന്നു നോക്കാനുള്ള അവസരം. സമഭാവനയെ എല്ലാ അർത്ഥത്തിലും വിളംബരം ചെയ്ത റംസാനിലെ വിശുദ്ധ രാപ്പകലുകളെ ധന്യമാക്കിയതിൻ്റെ ആഹ്ലാദം, നാഥനുള്ള സ്തുതികളുയരുന്ന ആനന്ദത്തിൻ്റെ ഇരവു പകലുകളിലൊന്ന്. മതിമറന്ന് ആഘോഷിക്കാനല്ല, മതബന്ധമായ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലുകളാണ് കരണീയം. ജാതിമത വർഗ വർണ്ണ അതിരുകൾ ഭേദിച്ച് മൈത്രി പൂത്തുലയണം. സമ്പൂർണമായ സന്തോഷമാണ് അള്ളാഹു വിശ്വാസികൾക്ക് കനിഞ്ഞേകിയത്. ആരാധനകൾ നിർവഹിച്ചും അവൻ്റെ കൽപ്പനകൾ പാലിച്ചും മനുഷ്യനെ എല്ലാം മറന്ന് ആലിംഗനം ചെയ്തുമാണ് സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകം ആഘോഷത്തിൻ്റെ ആ നിറവിലേക്ക് കടന്നു വരികയാണ് ഈദുൽ ഫിത്തറിലൂടെ. ഒരു മാസം നീണ്ടു നിന്ന കഠിന വ്രതവും മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളും അതെല്ലാം ശവ്വാൽ മാസ പിറവിയോടെ ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്. ഈ ആഘോഷവും ദൈവികമായിട്ടുള്ള സത്തയെ ഉൾക്കൊള്ളലാണ്. ആഘോഷ ദിനത്തിൽ മറ്റുള്ളവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട്, മധുരം പങ്കുവെച്ചുകൊണ്ട്, ആനന്ദം പങ്കുവെച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈടുവെപ്പ് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുവാനാണ് ആഘോഷ ദിനങ്ങളിൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. വിശ്വാസിയുടെ ആഹ്ലാദ പ്രകടനവും അള്ളാഹുവിൻ്റെ പ്രീതിയിലാവണം. നാഥൻ എല്ലാറ്റിനും പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു. വിശപ്പിനെയും ദാഹത്തെയും സമീകരിച്ചും സക്കാത്ത് ദാനധർമ്മങ്ങളിലൂടെ ലഘൂകരിച്ചും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അതിർവരമ്പിനെ മായ്ക്കുന്ന സാമൂഹിക വിപ്ലവമാണ് റംസാനിൻ്റെയും ഈദിൻ്റെയും അകംപൊരുൾ. പെരുന്നാൾ ദിനത്തിൽ ആരും വിശന്നിരിക്കരുത്. എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഇന്ന് വ്രതം അനുവദനീയമല്ല. ഒരു മാസത്തെ വ്രതത്തെ പൂർണ്ണതയിൽ സ്വീകരിക്കപ്പെടാൻ നാട്ടിലെ മുഖ്യാഹാരം ഫിത്വർ സക്കാത്ത് നിശ്ചിത അളവിൽ കുറയാതെ അർഹർക്ക് എത്തിച്ചു നൽകണമെന്നത് അനുബന്ധമായി ചേർത്തുവെച്ചത് സമഭാവനയെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും മാപ്പാക്കലും അതിലൂടെ സ്വർഗീയ ആനന്ദത്തിലേക്ക് ഉയർത്തപ്പെടലും കാക്ഷിച്ച് പ്രാർത്ഥിച്ച് ഒരു മാസം കാത്തിരുന്ന് വന്നെത്തിയ സുദിനത്തിന് 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദറിൻ്റെ ധന്യതയുടെ കൽവാണുള്ളത്. അവിടെ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരികൾക്കോ അധാർമിക പ്രവർത്തനങ്ങൾക്കോ സ്ഥാനമില്ലെന്നു മാത്രമല്ല, അത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ജാഗ്രതയോടെ പ്രതിജ്ഞ പുതുക്കുകയും വേണം. നാഥന്റെ മാത്രം അടിമയും കീഴ്പ്പെടേണ്ടവനുമായ മനുഷ്യനെ വിവേകബുദ്ധി പറിച്ചെടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ചൂതാട്ടത്തിനും അടിമപ്പെടുത്തി ചൂഷണം ചെയ്യുന്ന മഹാവിപത്തിനെതിരെ പൊരുതേണ്ട സമയമാണിത്. മതത്തിനോ ജാതിക്കോ വിഭാഗീയതയ്ക്കോ ലഹരിയുമായി ബന്ധമില്ല. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും രാജ്യത്തെയുമാകെ നശിപ്പിക്കുന്ന അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന കൊടും വിഷമാണ്. താൽക്കാലിക ആസ്വാദനത്തിനായി ആ ദൂഷിത വലയത്തിൽ അകപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സന്മാർഗത്തിൽ ചേർത്ത് നിർത്താനും വിശ്വാസികൾക്കും വിശിഷ്യ മഹൽ സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും കൂട്ടായ്മകൾക്കുമെല്ലാം ബാധ്യതയുണ്ട്. നോമ്പിനെ തുടർന്ന് വരുന്ന ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളും എന്നതുപോലെ തന്നെ ഹജ്ജിനോടനുബന്ധിച്ചുള്ള ഹജ്ജ് പെരുന്നാളും, ഈ 2 ആഘോഷങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ആഘോഷങ്ങളായി വിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ആഘോഷ നാളുകളിൽ എല്ലാവരുടെയും സുഭിക്ഷത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആഘോഷങ്ങൾ സമ്പന്നൻ്റേതും ഉള്ളവൻ്റേതും മാത്രമായി, അവർ മാത്രമായി എല്ലാം ആസ്വദിക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് പട്ടിണിയുടെ പടുകുഴിയിൽ കഴിയുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവരും ആഘോഷത്തിൻ്റെ മധുരം പങ്കുവെക്കണം. അതിനുവേണ്ടി ഈ ഈദ് ദിനത്തിൽ, ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദുൽ ഫിത്തർ എന്ന ദാനം അത് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് നമ്മുടെ വിഭവങ്ങളിൽ നിന്നും അവർക്കും പങ്കുവെക്കുക എന്നുള്ളത്, അവർക്കും അരിയായിട്ടും അവർക്കത് കൊടുത്തുകൊണ്ട് അവരുടെയും സുഭിക്ഷത ഉറപ്പ് വരുത്തുവാനുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഈദുൽ ഫിത്തറിലൂടെ നമുക്ക് നിർവഹിക്കുവാനുള്ളത്.
അതിനെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മദ്യത്തിലും ലോട്ടറി പോലുള്ള ചൂതാട്ടത്തിലും മുഖ്യവരുമാനങ്ങൾ കാണുന്ന ഭരണകൂടങ്ങൾ നിയമപരമായ ബാധ്യതകളും നിയമവാഴ്ചയും ഉറപ്പാക്കുന്നതോടൊപ്പം ലഹരിമുക്ത രാജ്യമെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിക്കണം. സർവവും സൃഷ്ടാവിലേക്ക് സമർപ്പിച്ച് കളങ്കരഹിതമായി ജീവിച്ച ഒരു മാസത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ ലോകനന്മയ്ക്കും സമാധാനത്തിനും നിലകൊള്ളുകയും മർദ്ദിതരോട് ഐക്യപ്പെടുകയും വേണം. ദുരിത ജീവിതം നയിക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും സാന്ത്വനമാകാനും വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും ആഘോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താനും പെരുന്നാൾ ദിനത്തിൽ പ്രത്യേകം ശ്രദ്ധയൂന്നണം. കഴിഞ്ഞ പെരുന്നാളിന് സന്തോഷ തക്ബീർ മുഴക്കിയ മുണ്ടക്കയിൽ ഇത്തവണ കണ്ണുനീർ നനവുള്ള ഈദാണ്. ഒരു ഗ്രാമമൊന്നാകെ നമുക്ക് കൈമോശം വന്നു. അവിടെ ബാക്കിയായവരുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടിയിരിക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും നമ്മൾ ഒന്നിച്ച് കൈകോർക്കുകയാണ്. തീമഴ പെയ്യുന്ന ഫലസ്തീനിലെയും യുക്രൈനിലെയും സിറിയയിലെയുമെല്ലാം കുരുന്നുകളും സ്ത്രീകളും പ്രായമായവരുമായ ഹതഭാഗ്യരായ മനുഷ്യരുടെ നെടുവീർപ്പുകളും ഞെരക്കങ്ങളും തേങ്ങലുകളും നമ്മുടെ കണ്ണീർ നനവുള്ള പ്രാർത്ഥനകളാകണം. അത്തരം ചോരക്കുതിയന്മാർക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുകളുടെ പ്രഖ്യാപനവും പുതുക്കണം. ലോകമേ, എല്ലാ മനുഷ്യരും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും സന്തതികളാണെന്ന വിശുദ്ധ ഖുർആൻ വചനം ഉച്ചത്തിൽ ഉദ്ഘോഷിക്കണം. അപരവിദ്വേഷമുക്തമായ മനസ്സിന് പതർച്ചയില്ലാത്ത സ്ഫുടം ചെയ്യപ്പെട്ട ഈമാനാണ് കൈമുതലാകേണ്ടത്. റംസാനിൽ സ്ഫുടം ചെയ്യപ്പെട്ട ഹൃദയത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും ഒരാണ്ടിലേക്കുള്ള കൈമുതലാക്കുമെന്ന ഉറപ്പാണ് വേണ്ടത്. പെരുന്നാൾ നമസ്കാരവും ഫിത്തുർ സക്കാത്തുമാണ് ഈദുൽ ഫിത്തർ ദിനത്തിൻ്റെ മുഖ്യ കർമ്മങ്ങൾ. അത്തർ പൂശി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് തക്ബീർ ധ്വനികളോടെ പള്ളിയിലേക്ക് പോകുന്നതും ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതുമെല്ലാമാണ് പെരുന്നാളിൻ്റെ പൊലിമ. സ്വന്തത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നതിനു പകരം സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്താകമാനമുള്ള മാനവരാശിയുടെയും ക്ഷേമവും സന്തോഷവുമാണ് തേട്ടമാവേണ്ടത്. വിദ്വേഷരഹിതവും സഹവർത്തിത്വ സമഭാവനയും മാനവരാശിയുടെ സമത്വവും ഉദ്ഘോഷിക്കുന്ന പെരുന്നാൾ കേവലം ആചാരത്തിനപ്പുറമുള്ള പ്രാർത്ഥനാ നിർഭരമായ സ്വത്ത് പ്രഖ്യാപനമാണ്. സഹനതീക്ഷ്ണതയുടെ സുഹൃത ദിനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച പെരുന്നാളിൻ്റെ പൊന്നമ്പിളി പ്രഭ വാനിൽ തെളിഞ്ഞതോടെ ആഘോഷ പെരുമ്പറ മനസ്സിലാകെ തെളിഞ്ഞു കത്തുകയാണ്. അവിടെയൊക്കെ തന്നെ അക്രമികൾ അഴിഞ്ഞാടുന്നു. ആ അക്രമികളിൽ നിന്നും അതിന് ഇരകളാകുന്നവരെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വേദി കൂടിയാണിത്. എന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നരനായാട്ടിൽ ഇപ്പോഴും പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളും അവിടുത്തെ മറ്റ് സഹോദരങ്ങളും ഇന്നും മുക്തമായിട്ടില്ല. നിരന്തരമായി അവരവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന ആ രക്തത്തിൻ്റെ നിറമായി ഇപ്പോഴും ഈദിൻ്റെ ദിനത്തിലും ഫലസ്തീൻ അവിടെ ചുവപ്പണിയുന്നു. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വേദിയാണിത്, സമയമാണിത്, അവസരമാണിത്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നതുപോലെ തന്നെ ആഘോഷ ദിനത്തിൽ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള പല തരത്തിലുള്ള കുൽസിത നീക്കങ്ങളും ഇതൊക്കെ നടക്കുന്നു നമ്മുടെ ഭാരതത്തിൽ. അത്തരത്തിലുള്ള ആ ചിന്തകളൊന്നും ഇവിടെ പ്രസരിക്കപ്പെട്ടുകൂടാ. മറിച്ച് ആഘോഷ ദിനത്തിലെല്ലാം മറന്നുകൊണ്ട് യോജിക്കാനും കൂടെ ഇരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുമുള്ള ഉത്തമ വേദികളായി അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കേരളീയർ അതിന് ഏറ്റവും നല്ല മാതൃകകളാണല്ലോ. ഇപ്പോൾ വ്രതം അവസാനിച്ചു, ചെറിയ പെരുന്നാൾ വന്നു, ദിവസങ്ങൾക്കകം വിഷു വരുന്നു, അതിനിടയ്ക്ക് പെസഹ വരുന്നു, ഈസ്റ്റർ ആഘോഷം വരുന്നു. അപ്പോൾ ഇതെല്ലാം കാലം തന്നെ നമ്മളെ യോജിപ്പിക്കുകയാണ്. കാലം തന്നെ നമ്മെ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അകന്നു പോകാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അകലേണ്ടവരല്ല, ഒന്നിക്കേണ്ടവരാണ്. വിശ്വാസപരമായിട്ട് നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് എന്ന് കാലം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കേരളീയർ ഏറെ മനസ്സിലാക്കുന്നവരാണ്. രാജ്യത്തിനും ലോകത്തിനുമൊക്കെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും പുതിയ ആ മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സാധ്യമാകട്ടെ. മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ലഹരിയുടെ അതിവ്യാപനം അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്, കേരളം മുഴുവനുള്ളത് അതാണ്. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ബോധവൽക്കരണത്തിനും നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മഹല്ലുകളോട് പറയുവാനുള്ളത്, മഹല്ല് കമ്മിറ്റികൾ, മഹല്ലിലെ മറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ലഹരിമുക്ത പരിപാടികൾക്ക് വേണ്ടി പ്രത്യേകമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ മഹല്ല് കമ്മിറ്റികൾ, അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും
ഇവരെല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുന്നു. എല്ലാവർക്കും ഹൃദയംഗമമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ ചാനൽ മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.